Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah walhamdulillah wassalatu wassalamu ala sayyidina Muhammadin wa ala alihi wa sahbihi ajma'in amma ba'du. ഏറ്റവും സ്നേഹ ആദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രിയിലാണ് നാം സംഗമിക്കാനിരിക്കുന്നത്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരു വർഷം പൂർത്തീകരിച്ച് തൊട്ടടുത്ത വർഷത്തിലേക്ക് ചുവടുവെക്കാനിരിക്കുകയാണ്. ഹിജ്റ വർഷാരംഭം 1442 നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ഈ ഒരു സമയത്ത് ഒരുപാട് ചിന്തകൾക്ക് വഴിവെക്കേണ്ടവരാണ് മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾ. ഈ വർഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നഷ്ടങ്ങൾ നമുക്കുണ്ട്. ആരാധനാലയങ്ങളെ പൂട്ടിയിടപ്പെടുകയും ഒരുപാട് ഇബാദത്തുകൾ നമ്മിൽ നിന്ന് തടഞ്ഞു വെക്കുകയും സാഹചര്യങ്ങൾ വളരെ മലിനമായി നമ്മിലേക്ക് കടന്നു വരികയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ മുസൽമാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. എങ്കിൽ വരുന്ന ഒരു ദിവസം അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തിൽ ആ പോരായ്മകളും ആ നഷ്ടങ്ങളുമൊക്കെ നികത്താൻ ഒരു സത്യവിശ്വാസിയായ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ മുഹറം 1 നാം കാലെടുത്തു വെക്കുമ്പോൾ, പരിശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒരു സത്യവിശ്വാസി 2 ചിന്തകളാണ് കൊണ്ടുവരുന്നത്. ഒന്ന്, അവന്റെ ഗതകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ അപരാധങ്ങളെക്കുറിച്ചുള്ള ഖേദം. തൊട്ടടുത്ത വർഷത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് മോചനം നേടി പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പ്. മറ്റൊന്ന്, കഴിഞ്ഞ കാലം വളരെ കൃത്യമായി ആരാധനകളിലൂടെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിലൂടെ ജീവിച്ചു പോന്നു, അൽഹംദുലില്ലാ, തുടർന്നുള്ള വർഷവും അതുപോലെ ആകണമെന്ന പ്രതീക്ഷയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ. ഈ 2 കാര്യങ്ങളാണ് ഒരു സത്യവിശ്വാസിക്ക് മുമ്പോട്ട് വെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പവിത്രമായ ശ്രേഷ്ഠമായ ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനിക്കുമ്പോൾ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഒരു വർഷത്തെ വരവേൽക്കുന്നത് പ്രത്യേകിച്ച് എൻ്റെ സത്യവിശ്വാസികളെ വ്രതം കൊണ്ടായിരിക്കണം. കഴിയുന്ന ആളുകളൊക്കെ നോമ്പെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളത്തെ ദിവസം 1 ഒരുപക്ഷെ ഇന്നത്തെ സൂര്യ അസ്തമാനത്തോടുകൂടെ ഒരു വർഷത്തിന്റെ അവസാന ഘട്ടം നമ്മിലേക്ക് സമാഗതമാവുകയാണ്. ഇനി വരുന്ന സൂര്യോദയം പുതിയ ഒരു വർഷത്തിലാണ്. അതുകൊണ്ട് ആ വർഷം വളരെ ഭംഗിയായി അള്ളാഹു ഇഷ്ടപ്പെട്ട വിധത്തിലാകണം. അതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തിന് വേണ്ടി ആ ഒരു പുതുമയാകുന്ന പുതുവർഷത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ വ്രതത്തിലായി അള്ളാഹു നമ്മെ സ്വീകരിക്കണം. അതിന് ഓരോ സത്യവിശ്വാസികളും പ്രത്യേകം ശ്രദ്ധിക്കണം. മാത്രമല്ല, നാളെ മുഹറം 1 എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിലെ അതിപ്രധാനമായ ആയത്തുകളുണ്ട്. ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആയത്തുകൾ നമുക്കൊക്കെ അറിയാം, എല്ലാവരും മനഃപ്പാഠമാണ്, ദിനേനെ ഓതുന്നതുമാണ്. ആ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ആ ആയത്തുകൾ എല്ലാ സത്യവിശ്വാസികളും കഴിവിന്റെ പരമാവധി ഓതാൻ വേണ്ടി ശ്രമിക്കണം. ഓതുന്ന സമയത്ത് ബിസ്മിയോടുകൂടെ പ്രത്യേകം ഓതാൻ വേണ്ടി ശ്രമിക്കുകയും അതിന്റെ അദദ് 360 എന്ന ഒരു ബോധവും നമുക്കുണ്ടാകണം. അങ്ങനെ 360 പ്രാവശ്യം അത് ഓതുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. മാത്രമല്ല, മുഹറം 1 അന്ന് നോമ്പെടുക്കുകയും ദുൽഹിജ്ജയുടെ അവസാനത്തിൽ നോമ്പോടുകൂടെ ഈ വർഷത്തെ വിട പറയിപ്പിക്കുകയും ചെയ്യുന്നവന് 50 വർഷം ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യങ്ങൾ കരഗതമാക്കാൻ സാധിക്കും. മാത്രമല്ലല്ലോ, ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് ശ്രേഷ്ഠതകളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളെ, അതെല്ലാം നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പടച്ച റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യണം. ഈ ദിവസം ഇനി മുതൽ ഒരൊറ്റ ജമാഅത്ത് നമസ്കാരം പോലും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പ്രത്യേകം ഒരു ദുആ നിർദ്ദേശിക്കുകയാണ്. ഈ ദിവസം ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ടത്, ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് ഉരവിടേണ്ടത്, നമ്മുടെ അറിയാതെ പോലും നമ്മുടെ ചുണ്ടിൽ നിന്ന് ഉതിർന്നു വീഴേണ്ടത്, ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച പ്രവാചകന്മാർക്ക് മോചനം നൽകപ്പെട്ട ഒരു മാസമാണ് മുഹറം.
മുഹറം 10 അന്നത്തെ സംഭവങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല. ഒട്ടേറെ സംഭവ ബഹുലമായ ചരിത്രങ്ങളും സംഭവങ്ങളും നമുക്ക് പങ്കുവെക്കാനുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഇങ്ങോട്ട് അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെയുള്ള പ്രവാചക ശൃംഖലക്കും ഓരോരോ അത്ഭുതങ്ങളും ഓരോരോ സംഭവങ്ങളും ഉണ്ട്, മുഅ്ജിസത്തുകളുമുണ്ട്. എന്നാൽ ഓരോ പ്രവാചകന്മാരും ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ. ആ പ്രാർത്ഥനയാണ് നാം ഈ ദിവസത്തിൽ ധാരാളം ചൊല്ലേണ്ടത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ് നമുക്കെല്ലാവർക്കും അറിയാം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. കണ്ടോ, ഇത് ഒരു സത്യവിശ്വാസി 1000 പ്രാവശ്യം ചൊല്ലണം. കഴിയുന്നത് എത്രയാണോ അത്ര ചൊല്ലുക. 1000 പൂർത്തീകരിക്കാൻ കഴിയുന്നവൻ അങ്ങനെ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ചൊല്ലുന്നതോടൊപ്പം ആയത്തുൽ കുർസി എന്ന പരിശുദ്ധമായ ഖുർആനിന്റെ മജ്ജ പാരായണം ചെയ്യുന്നതോടൊപ്പം പാതിരാ സമയത്ത് അല്പം നേരത്തെ എഴുന്നേറ്റ്, സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പൊട്ടിക്കരഞ്ഞ് കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ചെയ്തുപോയ സകല പാപങ്ങളിൽ നിന്നും മോക്ഷം നേടാൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ, എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു കഴിഞ്ഞുപോയ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് സംഭവിച്ച സകലമാന പാപങ്ങളിൽ നിന്നും പാപസുരക്ഷിതനായി അടുത്ത ഒരു വർഷത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അത് തന്നെയല്ലേ പുതുവർഷത്തിന് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം. അല്ലാഹു സുബ്ഹാനഹു തആല ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്റ്, അതുപോലെ ആയത്തുൽ കുർസി 360 പ്രാവശ്യം ബിസ്മിയോട് കൂടെ പാരായണം ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊന്ന്, വ്രതമെടുക്കാൻ ഒരിക്കലും നാം മടി കാണിക്കരുത്. സാഹചര്യങ്ങൾ ഉണ്ടാകാം, അപ്പോൾ നമുക്ക് നോമ്പെടുക്കാൻ പ്രയാസമാകും. കല്യാണങ്ങളും അതുപോലെ മറ്റുള്ള പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ നോമ്പെടുക്കാൻ പ്രയാസമാണ്. അല്ലാത്തവരൊക്കെ നാളത്തെ ദിവസം നോമ്പെടുക്കുക. നാളെ മുഹറം 1 അല്ലെങ്കിലും നാളെ നോമ്പെടുക്കുക. മറ്റന്നാൾ മുഹറം 1 പ്രത്യേകിച്ചും നോമ്പെടുക്കുക. ഇനി ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള മുഹറം 1 മുതൽ 10 വരെ നോമ്പെടുക്കാൻ കഴിയുന്നവർ അങ്ങനെ നോമ്പനുഷ്ഠിക്കുക. ഒരുപാട് പുണ്യങ്ങളുണ്ട്. പറഞ്ഞാൽ തീരാത്ത മഹത്വങ്ങൾ കൊണ്ട് ധന്യമായ മാസമാണ് മുഹറം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിരുന്നത് മുഹറം മാസത്തിലായിരുന്നു എന്ന്. മാത്രമല്ല, മുഹറം മാസത്തെ കുറിച്ച് അള്ളാഹുവിന്റെ മാസമെന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹുലേക്ക് ഏതൊരു വസ്തുവിനെയും ചേർത്ത് പറയുമ്പോൾ അതിന് വല്ലാത്ത മഹത്വമുണ്ട്, വല്ലാത്ത ശ്രദ്ധതയുണ്ടല്ലോ. ലോകത്തിന്റെ രക്ഷിതാവായ പടച്ച റബ്ബിന്റെ സവിധത്തിലേക്ക് ചേർത്തൊരു കാര്യം പറയുമ്പോൾ അതിന്റെ മഹത്വം എത്രയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സത്യവിശ്വാസികളോട് ഈ ദിവസങ്ങൾ, വരാനിരിക്കുന്ന ഓരോ ദിനരാത്രങ്ങളും ഓരോ സെക്കൻഡുകളും ഓരോ നിമിഷങ്ങളും വലിയ പ്രാധാന്യമുള്ളതാണ്. അതിന്റെ പ്രാധാന്യത്തോടുകൂടെ അതിനെ വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്തിഗ്ഫാർ കൊണ്ട് ഈ ദിവസത്തെ ധന്യമാക്കണം. ഇസ്തിഗ്ഫാർ കൊണ്ട് നമ്മുടെ ഹൃദയം കഴുകി സംശുദ്ധമാക്കണം, സ്ഫുടം ചെയ്തെടുക്കണം നമ്മുടെ ഹൃദയത്തെ. റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.